ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടുക്കിയിലെ ഹിൽവ്യൂ പാർക്കും കുളമാവ് ഡാമും സന്ദർശിക്കാൻ പോയ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ബസ് കൊണ്ട് നിർത്തുന്നതിൻ്റെ അവിടെ തന്നെ വഴി രണ്ടായിട്ട് പിരിയുന്നുണ്ട്. ഒന്ന് ഇടുക്കി ചെറുതോണിയിലേക്കുള്ള വഴിയും മുകളിലേക്കുള്ളത് ഹിൽ പാർക്കിലേക്കുള്ള വഴിയുമാണ്. ഇടുക്കി ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നത് ഈ വഴി തന്നെയാണ്. കുടുംബമായി പോകാനും ശാന്തമായി ഇരിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ ഒരു സ്ഥലമാണ്. കണ്ണിനും മനസ്സിനും ശരീരത്തിനും നല്ല കുളിർമ നൽകുന്ന കാഴ്ചകളാണ് ഇതെല്ലാം. റോഡിൽ നിന്ന് അല്പം കയറ്റം കയറി പോകുമ്പോൾ ഇടുക്കിയുടെ ഗസ്റ്റ് ഹൗസ് കാണാം. അവിടെയാണ് പ്രൈവറ്റായിട്ട് വരുന്ന മറ്റേ കാറുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ നല്ലൊരു ചെറിയ ഗാർഡനും കാണാം. ഇവിടെ നിന്ന് നല്ലൊരു കയറ്റമാണ്. അല്പം ബുദ്ധിമുട്ടാണ് കയറി പോകുന്നതിന്, എന്നാലും നല്ല വഴി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കല്ലുകളൊക്കെ പാകി രണ്ട് സൈഡും മനോഹരമായ ചെടികൾ വെച്ച് അലങ്കരിച്ചിരിക്കുകയാണ്. 8 ഏക്കറുണ്ട് ഹിൽ വ്യൂ പാർക്ക്. ഇവിടെ പ്രത്യേകതരം മരങ്ങളും അതുപോലെ തന്നെ മനോഹരമായ ചെടികൾ പൂത്തു നിൽപ്പുണ്ട്. മെഡിസിനൽ പ്ലാന്റ്സും എല്ലാം ഉണ്ട് ഇവിടെ. വളരെ ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെ. ഇവിടെയാണ് ഹിൽ വ്യൂ പാർക്കിൻ്റെ പ്രവേശന കവാടം. അവിടെ നിന്ന് മുകളിലേക്ക് കയറിയാൽ അവിടുന്ന് പാസ് എടുത്തിട്ട് വേണം പോകാൻ. ഇതിൻ്റെ വലത്ത് സൈഡിൽ ബാത്റൂം സൗകര്യങ്ങളുണ്ട്. വളരെ നീറ്റായ ബാത്റൂമുകളാണ്. ടിക്കറ്റ് കൗണ്ടറിനടുത്ത് തന്നെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ് പുറകിലുള്ളത്. അവിടെ നിന്ന് മുന്നോട്ട് കയറിപ്പോയാൽ നല്ല കയറ്റമാണ്. ഹെയർപിൻ ബെൻഡാണ്. 3 ഹെയർപിൻ ബെൻഡ് കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകളാണ്. പ്രായമുള്ളവർക്കൊക്കെ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് കയറി പോരാവുന്നതേ ഉള്ളൂ. ഇനിയുള്ള ദൃശ്യങ്ങളാണ് ശരിക്കും മനസ്സിനെ കീഴടക്കുന്നത്. ഇടുക്കി ഡാമിൻ്റെ വിദൂര ദൃശ്യം നമുക്ക് കാണാം. വളരെ നീറ്റായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത്. ഒരിലയോ ഒരു ചെടി വൃത്തികേടായിട്ട് നിൽക്കുക ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. അങ്ങ് ദൂരെ ഇടുക്കി ഡാം നമുക്ക് കാണാം. ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വൃക്ഷങ്ങളൊക്കെ നല്ല ലൈനായിട്ട് നട്ടിട്ടുണ്ട്. മലകൾക്കപ്പുറം ഇടുക്കി ഡാം കാണാം. ഇവിടെ വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുന്നതായിട്ട് കാണാം. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോകളൊക്കെ എടുത്തു. ഞങ്ങളുടെ പുറകിൽ കാണാം കമാന രീതിയിലുള്ള ഇടുക്കി ഡാം. കുറവൻകുറുത്തി മലയും നമുക്ക് കാണാവുന്നതാണ്. അവിടെ ഒന്ന് മുന്നോട്ട് പോയാലും മനോഹരമായ ദൃശ്യങ്ങളാണ്. പ്രായഭേദമന്യേ ഈ സ്ഥലത്തിൻ്റെ സൗന്ദര്യം എല്ലാവരും ആസ്വദിക്കുന്നുണ്ടായിരുന്നു. 8 ഏക്കർ സ്ഥലമുണ്ട് ഈ ഹിൽ വ്യൂ പാർക്ക്. അതുകൊണ്ട് ഉടനെ അങ്ങ് നടന്നു തീർക്കാമെന്ന് വിചാരിക്കാൻ പറ്റുകയില്ല. പുല്ലൊക്കെ മനോഹരമായി ചെത്ത് നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ കടയുണ്ട്. അവിടെ നിന്ന് നമുക്ക് സ്നാക്സോ ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാം. പുൽത്തകടിക്കിടയ്ക്കിടയ്ക്ക് മേൽത്തട്ടോടെ കൂടിയ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെ എല്ലാം നല്ല വൃത്തിയായിട്ടാണ് ഇട്ടിരിക്കുന്നത്. കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ് ഇവിടം. യാതൊരു തിരക്കും ഒന്നും കാണുന്നില്ല. എന്നാൽ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ജീവിതത്തിൽ ലഭിക്കുന്ന ചില അസുലഭ സന്ദർഭങ്ങളാണ് ഇതൊക്കെ. എല്ലാവരും വളരെ സന്തോഷഭരിതരാണ്. ഗ്രൂപ്പായി വരുന്നതിൻ്റെ സന്തോഷവുമുണ്ട്. ബർത്ത്ഡേ പാർട്ടിയും സേവ് ദ ഡേറ്റ് പാർട്ടിയും
വിവാഹ ചടങ്ങുകൾക്ക് ശേഷമുള്ള പാർട്ടിയുമൊക്കെ ഇവിടെ നടത്താറുണ്ടെന്നാണ് പറഞ്ഞത്. ചെടികളും പുല്ലുകളും ഒക്കെ നല്ല വെടിപ്പും വൃത്തിയുമായിട്ട് വെട്ടി നിർത്തിയിട്ടുണ്ട്. ശരിക്കും ഇതൊക്കെ വന്ന് കാണേണ്ടത് തന്നെയാണ്. പാർക്കിലെ ജലാശയത്തിൽ ഇറങ്ങുന്നതും മീൻ പിടിക്കുന്നതും പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾ വലിച്ചെറിയുന്നതും എല്ലാം നിരോധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അത് ലംഘിക്കുന്നവർക്ക് കർശന നിയമം ഉണ്ടായിരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ബോട്ടിങ്ങിന് പോകാനുള്ള സൗകര്യമുണ്ട്. കൊട്ടവഞ്ചിയിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഞങ്ങൾക്ക് സമയം കുറവായതിനാൽ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. എല്ലാവരും ഇതിൻ്റെ ഭംഗി നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഇടുക്കിയിൽ ചെന്ന് കാണുന്നതിനേക്കാൾ ഭംഗി ഇവിടെ നിന്ന് കാണുന്നതാണ്. നല്ല കല്ലുപാകിയ വഴിയിലൂടെ ഞങ്ങൾ മുകളിലേക്ക് കയറി. അവിടെ ബർമ ബ്രിഡ്ജും സ്കൈ സൈക്കിളും സിപ്ലിങ്ങും പെഡൽ ബോട്ടിങ്ങിൻ്റെയും എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അതുപോലെ തന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ സ്ഥലവും അവിടെയുണ്ട്. ഒരു ചെറിയ പാർക്കുമുണ്ട്. സിപ്ലൈൻ വഴി ഞങ്ങളുടെ ആൾക്കാർ പോകുന്നതാണ് ഈ കാണുന്നത്. ശരിക്കും അഡ്വഞ്ചറസ് സ്പോട്ട് തന്നെയാണ്. ഈ പാർക്കിന് ഏറ്റവും വലിയ പ്രത്യേകത ഒരു നാച്ചുറൽ കുളം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ കൊട്ടവഞ്ചിയിൽ യാത്ര ചെയ്യാൻ സാധിക്കും. അങ്ങ് ദൂരെ മുമ്പേ പോയ പാർക്കും സ്ഥലങ്ങളുമൊക്കെ കാണാൻ സാധിക്കും. പ്രായഭേദമന്യേ പലരും സിപ്ലൈൻ വഴി കുളത്തിനു മുകളിലൂടെ യാത്ര ചെയ്തു. എനിക്ക് ചെറിയ പേടിയൊക്കെ തോന്നി. കാരണം താഴെ വലിയ കുളവും, പക്ഷെ പോകുന്നവരൊക്കെ വളരെ സന്തോഷിച്ച് പോകുന്നതാണ് ഞാൻ കണ്ടത്. അടിപൊളിയായിട്ടാണ് എല്ലാവരും ആഘോഷിക്കുന്നത്. ഇവിടെ രാവിലെ 8 മുതൽ വൈകിട്ട് 7 വരെയാണ് തുറന്നിരിക്കുന്നത്. ഇവിടെ പ്രവേശിക്കുന്നതിന് 25 രൂപയാണ്. പക്ഷേ ഈ സിപ്പ് ലൈൻ വഴിയൊക്കെ പോകുന്നതിന് നമ്മൾ അഡീഷണൽ 250 രൂപ അടയ്ക്കണം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ കീഴിലാണ് ഈ ഹിൽ വ്യൂ പാർക്കുള്ളത്. കുട്ടികൾക്കാണെങ്കിലും കയറി ഇറങ്ങി കളിക്കാൻ പറ്റുന്ന മനോഹരമായ സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ നിന്നാണ് സിപ്പ് ലൈൻ വഴി യാത്ര ചെയ്യുന്നതിനുള്ള പ്രത്യേക പാസ് എടുക്കേണ്ടത്. മുകളിലൊരു വാച്ച് ടവറുണ്ട്. സ്റ്റെപ്പ് കയറി വേണം പോകാൻ. സ്റ്റെപ്പുകൾക്ക് പലതിനും പല ഹൈറ്റാണ്. എൻ്റെ കാലിന് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് കയറാൻ അല്പം ബുദ്ധിമുട്ടായിരുന്നു. പല സ്റ്റെപ്പിൻ്റെയും ഹൈറ്റ് വ്യത്യാസം വളരെ സൂക്ഷ്മമായി പഠിച്ചു തന്നെയാണ് കയറിപ്പോയത്. ആ സ്റ്റെപ്പെല്ലാം കയറി ചെന്നാൽ അതിമനോഹരമാണ് ദൃശ്യം. ഇതാണ് വാച്ച് ടവർ. സ്പൈറൽ രീതിയിലുള്ള സ്റ്റെപ്പുകൾ അവിടെയുമുണ്ട്. ഞങ്ങൾ കയറി മുകളിലേക്ക് പോയി. ഇവിടെ നിന്ന് നോക്കിയാലും മനോഹരമായ ദൃശ്യങ്ങൾ കാണാം. മുകളിൽ ചെന്നാൽ അതിമനോഹരമാണ് ദൃശ്യങ്ങൾ. അങ്ങ് ദൂരെ ഇടുക്കി ഡാമിൻ്റെ മനോഹാരിത ശരിക്കും ആസ്വദിക്കാം. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ മൊബൈലിലും ക്യാമറയിലുമൊക്കെ അതിൻ്റെ ഭംഗി ഒപ്പിയെടുത്തു. ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും കമ്മിറ്റി മെമ്പേഴ്സിൻ്റെയും എല്ലാം കൂടെ നിന്ന് ഞങ്ങൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. ഈ അനർഹ നിമിഷങ്ങൾ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാനായി വീഡിയോകളൊക്കെ എടുത്തു.
വാക്കുകളാൽ വർണ്ണിക്കാവുന്നതിലും അപ്പുറമാണ് ഇവിടുത്തെ മനോഹാരിതകളൊക്കെ. മുകളിൽ കയറി നിന്ന് കാണുന്നത് അതിമനോഹരവും. ആയുസ്സും ആരോഗ്യമുള്ളപ്പോൾ ഇതൊക്കെ വന്ന് കാണാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. കുന്നും മലയും മരങ്ങളും പൂക്കളും ചെടികളും ചെറിയ മഞ്ഞും ഒക്കെ അതിമനോഹരമാണ്. കമാന രീതിയിലുള്ള ഇടുക്കി ഡാമിൻ്റെ ശരിയായ ഭംഗി ഇവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കാം. ബൊഗൈൻവില്ല പോലുള്ള ചെടികളൊക്കെ പൂത്തു നിൽക്കുന്ന കാണാം. ഞങ്ങളവിടെ നിന്ന് മനോഹരമായ ഫോട്ടോകളൊക്കെ എടുത്തു. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന എല്ലാവരുടെയും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ചിലരെയൊക്കെ ഫോട്ടോകൾ മാത്രമേ നമുക്ക് ലഭിച്ചുള്ളൂ. ഞങ്ങൾ മടക്കിയ യാത്ര തുടങ്ങി. നല്ല ഇറക്കമായതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഇറങ്ങണമായിരുന്നു. കുരങ്ങുകുട്ടന്മാരൊക്കെ ധാരാളം അവിടെയുണ്ട്. മരച്ചില്ലയിലും കെട്ടിടത്തിൻ്റെ മുകളിലുമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. കടന്നു പോകുന്ന ഓരോരുത്തരെയും അവർ സൂക്ഷ്മ വീക്ഷണം നടത്തുന്നുണ്ട്. വണ്ടിയിൽ കയറി അല്പസമയം എല്ലാവരും ഒന്ന് വിശ്രമിച്ചു. കേരള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കീഴിലുള്ള ഞങ്ങൾ കുളമാവ് ഡാം കാണാൻ പോയി. ഇടുക്കി ജില്ലയിലെ ആറുകുളം ഗ്രാമത്തിൽ പെരിയാർ നദിയുടെ കൈവഴിയായ കിളിവില്ലിത്തോട്ടിലെ ഒരു ഗ്രാവിറ്റി മെയ്സൺ അണക്കെട്ടാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട 3 അണക്കെട്ടിൽ ഒന്നാണിത്. മുകൾ ഭാഗം കോൺക്രീറ്റും അടിഭാഗം കൊത്തുപണികളുള്ള ഗ്രാവിറ്റി അണക്കെട്ടാണിത്. 1977 ഇത് ഓപ്പൺ ചെയ്തത്. 1969 ഏപ്രിൽ 30 പണി ആരംഭിച്ചത്. ഇവിടം ഫോട്ടോഗ്രഫി നിരോധിത മേഖലയായതിനാൽ അധികം ഫോട്ടോ എടുക്കാൻ സാധിക്കുകയില്ല. ഇതുപോലുള്ള സ്ഥലങ്ങൾ എല്ലാവരും വന്നൊന്ന് കാണേണ്ടത് തന്നെയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു.